ഭക്തിയിലുള്ള സാധാ നോർമൽ ബീയിങ്സ് ഹിന്ദു ആയാലും അവർക്ക് ഏറ്റവും പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്താം. 7th ലെയറാണ് പരമാത്മ. അവിടെയാണ് നമ്മുടെ ജീവസമാധി ആവുന്ന ആൾക്കാർക്ക് എൻട്രി ഉള്ളു. ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാണ് മറ്റൊരു ബോഡി കിട്ടുന്നത്? അതിനെന്തെങ്കിലും അത് ഈ ആത്മാവ് പുറത്തു പോകാണല്ലോ. ആ മർത്താവ് പുറത്ത് ഈ ബോഡി വിട്ടല്ലോ, വിട്ട് പുറത്തേക്ക് കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു ടൈം ബൗണ്ട് ഉണ്ട് അവർക്ക്. സോളിനെ എന്തായാലും അനുഭവിച്ചേ മതിയാവും. അവിടെ ഈ സോളുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നു അല്ലെങ്കിൽ ആ എനർജി ട്രാൻസ്മിറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? അതെല്ലാം പ്രീ പ്ലാൻഡ്. ഈ പുനർജന്മത്തിന് കണക്കുകളുണ്ടോ? പുനർജന്മത്തിന് കണക്കുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഗുരുജി നമസ്കാരം. നമസ്തേ. ഗുരുജി, നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, അവർ ചോദിച്ചൊരു ചോദ്യമാണ്, മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് സ്വർഗമാണോ നരകമാണോ? ബാക്കി ഏത് മതത്തിൻ്റെ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം പറയപ്പെടുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും. പക്ഷേ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുമുണ്ട്, പുനർജന്മങ്ങളുണ്ട്, അല്ലെങ്കിൽ റീബർത്തോ റീകാർണേഷനോ, അങ്ങനെ പല കാര്യങ്ങൾ ഹിന്ദു പുരാണങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ആക്ച്വലി സനാതന ധർമ്മത്തിൽ വരുന്ന ആൾക്കാർ മാത്രമാണ് ഈ 3 ലോകവും കഴിഞ്ഞ് 7 ലോകത്തിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. 7 ലോകം മുകളിലും 7 ലോകം താഴ്ത്തും, ഈ 14 ലോകങ്ങൾ. അപ്പോൾ ഈ ഒന്നാമത്തെ ലോകമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് നരകം എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി ഉള്ള ഏരിയ. മൂന്നാമത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ വരെയുള്ളൂ മറ്റുള്ളവരുടെ എൻട്രി. എന്ന് പറഞ്ഞാൽ ഭക്തിയിലുള്ള സാധാ നോർമൽ ബീയിങ്സ് ഹിന്ദു ആയാലും അവർക്ക് ഏറ്റവും പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും അവരുടെയും പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെത്താന്നുള്ളതാണ് അവരുടെ ഡെസ്റ്റിനി, ലാസ്റ്റ് ഡെസ്റ്റിനി. അപ്പോൾ ഈ ഹിന്ദുസ് ആയാലും ക്രിസ്ത്യാനിയും മുസ്ലിം ആയാലും ഈ രൂപത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരുടെയും ഡെഡ് ആൻഡ് സ്വർഗമാണ്. അപ്പോഴേക്കും അവർക്ക് റീബർത്ത് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സനാതന ധർമ്മത്തിൽ ശ്രേഷ്ഠമായിട്ട് സ്വാത്വികമായിട്ട് ഇങ്ങനെ കഴിയുന്ന ആൾക്കാർക്ക് മാത്രം 3rd കഴിഞ്ഞ് 4th 5th 6th 7th ലെയറാണ് പരമാത്മ. അവിടെയാണ് നമ്മുടെ ജീവസമാധി ആവുന്ന ആൾക്കാർക്ക് എൻട്രി ഉള്ളു. അപ്പം ഈ സോള് വന്നിട്ട് ഈ എനർജി വന്നിട്ട് ആ ബ്രഹ്മത്തിലേൻ്റെ എനർജിയിലേക്ക് മെർജ് ചെയ്ത് ലയിച്ചു പോകും. പിന്നെ അവന് പുനർജന്മമില്ല, ബാക്കി എല്ലാവർക്കും റീബർത്ത്. അപ്പോൾ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, ഇനി താഴത്തേക്ക് നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു സോള് വന്നിട്ട് നാഗലോകത്തു നിന്ന് വന്നിരിക്കുക. അപ്പം നാഗലോകത്തു നിന്ന് വന്ന സോളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അവരെവിടെ പോകും? മരണപ്പെട്ട് കഴിഞ്ഞാൽ നാഗലോകത്തേക്ക് തന്നെ പോകും. അപ്പോൾ താഴത്തേക്ക് പോകണം. അത് 4th ലെയർ. അപ്പോൾ ഡിപ്പെൻസ് ഓൺ എവിടെ നിന്ന് വരുന്നു അതിനനുസരിച്ചിരിക്കും ഓരോ ലെയർ. അപ്പം നരകം നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ് നരകം വരിക. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ കണ്ടമാനം കാർമിക് എഫക്റ്റ് നമ്മൾ നെഗറ്റിവിറ്റി കൂട്ടി നമ്മൾ പണിയെടുത്ത് ഇവിടെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം എടുക്കും നിങ്ങൾക്ക് ഈ സെക്കൻഡ് ലെയർ കൂടാനായിട്ട്. ഇനി മരണപ്പെട്ടത്, ഇനി ഫസ്റ്റ് തന്നെ മരണപ്പെട്ടത് നിങ്ങൾ നോർമൽ ഡെത്താണോ അബ്നോർമൽ ഡെത്താണോ? നോർമൽ ഡെത്താണെന്നെങ്കിൽ ഭൂമി വിട്ടു പോകും. നമ്മൾ 16 കഴിയുമ്പോൾ ആള് നമ്മുടെ ആ സ്പേസിൽ നിന്ന് പോകും. 16 കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർഷത്തിൽ ശ്രാദ്ധം കഴിക്കുമല്ലോ, ആണ്ട് കഴിക്കുമല്ലോ. അതോടെ അവർ ഇവിടെ നിന്ന് പോകണമെന്നാണ് കൺസെപ്റ്റ്. നമ്മൾ മര്യാദയ്ക്കാണത് ചെയ്യുന്നുണ്ടെങ്കിൽ ബലിതർപ്പണം പക്കയായിരിക്കണം. ആ ദർപ്പണത്തിൻ്റെ നമ്മുടെ ചെയ്യുന്ന ആളുടെ പവർ അനുസരിച്ചിരിക്കും. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ബലിതർപ്പണം നടത്തി ഇവിടെ എന്താ സ്ഥലത്തിൻ്റെ പേര്, ബ്രഹ്മാവ് തീർത്തൊരു കുളമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ അവിടെ 21 ജന്മത്തിലേക്കുള്ള പാപകർമ്മം അതും പിതൃക്കളുടെ തീരുമെന്നാണ് പറയുന്നത് അവിടെ വേലിയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ സെൻറ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ നമുക്ക്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗംഗയുടെ ഇല്ലേ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മെഡിറ്റേഷനിൽ കൂടെ ധ്യാനത്തിൽ കൂടെയാണ് ഇത് ചെയ്യുക.
അപ്പോൾ ആ സോൾസ് ഇങ്ങനെ വരുന്നത് കാണാൻ നമുക്ക് ഇങ്ങനെ വന്നു പോകും. ഈ തവണ നമ്മൾ കുട്ടികളെ കൊണ്ട് 25 പേരും ബബിൾസ് ആയിട്ട് വന്നു, വാട്ടർ ബബിൾസ് പോലെ ഇങ്ങനെ വൈറ്റ് ബബിൾസ് ഇങ്ങനെ വന്നു, സോൾസ് മുമ്പിൽ വന്നു. അത് മെഡിറ്റേഷൻ ചെയ്തു, അവരെ പറഞ്ഞു വിട്ടു, അവരെ ഫുൾ ചാർജ് ചെയ്ത് അവരെ റീബർത്തിനുള്ളത് പറഞ്ഞു വിട്ടു. 7 ഡേയ്സിനുള്ളിൽ അവർക്ക് റീബർത്ത്, 7th ഡേ അവർക്ക് ബോഡി കിട്ടിയിരിക്കും. അതാണ് അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ്. നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു സോൾസിൻ്റെ എല്ലാവർക്കും. അപ്പോൾ അപ്പോൾ അവർ എവിടെ പോകും? അവരുടെ അതോടെ കർമ്മം തീർന്നു. ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാണ് മറ്റൊരു ബോഡി കിട്ടുന്നത്? അതിനെന്തെങ്കിലും അത് ഈ ആത്മാവ് പുറത്ത് പോകാണല്ലോ. ആ ഭർത്താവ് പുറത്ത് പോയി, ഈ ബോഡി വിട്ടല്ലോ, വിട്ട് പുറത്തേക്ക് കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് അവർ ടൈം ബൗണ്ട് ഉണ്ട് അവർക്ക്. ആ ടൈം ബൗണ്ടിൻ്റെ ഉള്ളിൽ അവർ ഈ പ്രോസസ്സ് മുഴുവൻ തീർത്തോളണം. ഈ നെഗറ്റീവ് പ്രോസസ്സ് എന്തോരാണ് നിങ്ങളുടെ കാർമിക് എഫക്റ്റ് എത്രയുണ്ടോ ആ കാർമിക് എഫക്റ്റ് തീർത്ത് പോസിറ്റീവായിട്ട് വരണം, കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് വരണം. ആ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് പറ്റിയ ആ ഫ്രീക്വൻസിയിൽ പറ്റിയ ബോഡി എടുക്കണം. അതുകൊണ്ടാണ് ആ ഫ്രീക്വൻസി പെട്ട ബോഡി വീട്ടിൽ കിട്ടുക. ഇപ്പോൾ ഒരു വീട് ശ്രദ്ധിച്ചോളൂ, ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 3 മക്കളും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5 പേരും 5 ക്യാരക്ടറായിരിക്കും. അപ്പം അച്ഛനും അമ്മയിൽ നിന്നും മാത്രം കിട്ടിയ സാധനമാണ്, വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മേൻ്റെയും ക്യാരക്ടർ മാത്രമല്ലേ മക്കൾക്ക് കിട്ടാവൂ, അല്ലേ? അപ്പോൾ ഏറ്റവും നല്ല സ്വാധീനമായിട്ടുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും തനി വെള്ളടിയുള്ള മക്കളെ കിട്ടും, കഞ്ചവടിച്ചുള്ള മക്കളെ കിട്ടും, ഇല്ലേ? അപ്പോൾ ഇതൊന്നുമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ സോള് ഡിഫറെൻ്റ്, ആ സോളിൻ്റെ ക്യാരക്ടർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഏത് കാർമിക് എഫക്റ്റാണോ ആ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ഓരോ വീട്ടിൽ കിട്ടുക. അതെല്ലാം നല്ല സ്വാത്വികമായിട്ടുള്ള ഒരു കുട്ടിയാണ്, സോളാണ് പ്രീവിയസ് ജന്മാസനുണ്ടെങ്കിൽ അതേ ബോഡി കിട്ടും. ആ സർഫസ് സറൗണ്ടിങ്സ് അവർക്ക് ട്യൂണിങ് വരും. അവിടെ ആ വീട്ടിൽ ഇവർ ജനിക്കൂ. ഈ സോള് നമ്മുടെ ബോഡി വിട്ട് പുറത്തേക്ക് പോകുന്ന ആ സമയത്ത് ഏതെങ്കിലും എൻറ്റിറ്റീസ് ഇവരെ പേടിപ്പിക്കാൻ ചെന്ന് ഭയപ്പെടുത്തിയിട്ടാണോ മറ്റുള്ള ബോഡിയിൽ കയറുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല. അവർക്ക് ആ ടൈം സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബോഡി വയബിളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇൻഡ്യൂഷൻ കിട്ടും, ഇത്ര സമയത്ത് നീ കയറിക്കൊള്ളണമെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ സോളിനെ ഇപ്പോൾ പ്യൂരിഫൈ ചെയ്തപ്പോൾ 7th ഡേ അവർക്ക് ബോഡി പ്രിപ്പയർഡാണ്, റെഡിയാണ് അവർക്ക് കയറാനായിട്ടുള്ള ആ ഫ്രീക്വൻസിയിലുള്ള. അപ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള വൈബിളായിരിക്കുന്നത് ആ ഏത് ഇതിലാണോ അത് അവിടെ ഓട്ടോമാറ്റിക്കലി ആ ബോഡിയിൽ ഈ സോള് കയറിയിരിക്കും. അങ്ങ് ഈ പല തലങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ മനുഷ്യൻ നിൽക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു തലം, അതിൽ നിന്നും സോള് അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ സോളുകളുടെ ഒരു കൂട്ടമാണോ അതോ നമ്മളെ പോലെ മനുഷ്യർ തന്നെയാണോ അവിടെ ഉള്ളത്? അല്ല, മനുഷ്യർ അവിടെ ഇല്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ആസ്ട്രൽ ട്രാവൽ എടുത്താൽ ഇരിക്കുക, ഭൂമിയിലൊന്നും ഉണ്ട്. ഈ ആസ്ട്രൽ നടത്തുമ്പോൾ നേരെ സ്ട്രെയിറ്റ് മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ഈ ഭൂമിയുടെ ഇന്നർ സർഫസ് ഉണ്ട്, ഇന്നർ സർഫസിൽ ടച്ച് ചെയ്യും, അവിടെ മുട്ടിക്കും. ഇത് കഴിഞ്ഞ് അവിടുത്തെ പിന്നെ ഈ ഭൂമിയുടെ ആ സർഫസ് ഉണ്ട്, സർഫസ് ലെയർ ക്രോസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ശരിക്കും റോക്കറ്റ് പോകണത് തന്നെ അവിടെ അടുത്ത പിസ്റ്റൺ കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യേണ്ടി വരും, ഫയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കൊടുത്ത് അതിൽ ക്രോസ് ചെയ്ത് ഔട്ടർ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈം സ്പേസ് ഒന്നുകൂടി സ്പീഡപ്പായി, കുറച്ചുകൂടി ഫാസ്റ്റായി, നമുക്ക് ഓപ്പൺ ആയല്ലോ. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ആ ഏരിയ ഫുൾ നെഗറ്റീവ് ഡാർക്ക് എനർജി ആയിരിക്കും. സെക്കൻഡ് ലെയറിൽ ഫുൾ ഡാർക്ക് എനർജി ആയിരിക്കും, നമുക്ക് ശരിക്കും അനുഭവപ്പെടാതെ. അവിടെ നമ്മൾ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ പോയി കഴിഞ്ഞാൽ അധികം നേരം അവിടെ പെട്ടുപോകും, അവരുടെ ട്രാക്ക്. നമുക്കാണ് ലോസ്, കാരണം നമ്മുടെ എനർജി മുഴുവൻ ഇങ്ങനെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും അവിടെ നിന്ന് അധികം നേരം നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ നമ്മൾ പുഷ് ചെയ്ത് അപ്പുറത്തേക്ക് ആക്കും, 3rd ലെയറിലേക്ക് കയറ്റി വിടും, പറയും, കമാൻഡ് കൊടുക്കും, നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ പറയും, അപ്പുറത്തേക്ക് പോകുമ്പോൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കോളും. അവർ എന്നിട്ടും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പുഷ് ചെയ്താൽ അപ്പുറത്തേക്ക് ആക്കും. അപ്പം നമുക്കാണ് എനർജി ലോസ്. അങ്ങനെ 3rd ലെയറിലേക്ക് കയറി, 3rd ലെയർ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീചാർജ് ചെയ്യാം. അവിടെ സ്വർഗ്ഗലോകമാണ്, അവിടെ ഫുൾ പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഈ പോയ എനർജി നമുക്ക് അവിടെ നിന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അവിടെ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശിവലോകത്തേക്കോ അല്ലെങ്കിൽ വിഷ്ണു ലോകത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എനർജി ടാപ്പ് ചെയ്യാം, റീബിൽഡ് ചെയ്യാനായിട്ട്, വീണ്ടും പോകാനായിട്ട്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ സപ്തർഷി ലോകത്തേക്കാണ് പോകുന്നത്. സപ്തർഷി ലോകത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂക്ഷ്മ ലോകത്തിലേക്കാണ് പോകുന്നത്. സൂക്ഷ്മ ലോകത്ത് അവിടെ ഇഷ്ടംപോലെ ഗുരുക്കന്മാർ ഇരിപ്പുണ്ട്, മുൻ സമാധിയായ. അതാണ് ഇത് പറഞ്ഞത്, ജീവസമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇംപ്രിൻറ്റ് ഈ സൂക്ഷ്മ ലോകത്തുണ്ടാവും. കാരണം അല്ലെങ്കിൽ ശിഷ്യന്മാർ വിളിക്കുമ്പോൾ വരണ്ടേ, അപ്പോൾ ആ ഇംപ്രിൻ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവരെങ്ങനെ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അവിടെ ചെല്ലുമ്പോൾ. ഇത് കഴിഞ്ഞ് പിന്നെയാണ് സപ്തർഷി ലോകം വരുന്നത്. അവിടെയും നമുക്ക് റീചാർജ് ചെയ്യാം, അവരുടെ ഒപ്പം ഇരുന്ന് ധ്യാനിക്കാം നമുക്ക്.
അപ്പോൾ അവരിൽ നിന്ന് ഊർജ്ജം കിട്ടും. സപ്തർഷി കഴിഞ്ഞ പിന്നെ ഗുരു ബൃഹസ്പതി ലോകത്തേക്ക് പോകും. അവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് ധ്യാനിക്കാം. അത് കഴിഞ്ഞാണ് ഇവരും ബ്രഹ്മാണ്ടത്തിലേക്ക് വരുന്നത്, പരബ്രഹ്മത്തിലേക്ക് വരുന്നത്. ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ബ്രഹ്മം ഇങ്ങനെ ഒരു എം ടി ഹോളോ സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒന്നുമില്ല, ഫുൾ ബ്ലാങ്ക്. നമ്മൾ എവിടെ നോക്കിയാലും ബ്ലാങ്കാണ്. പക്ഷേ ചില സോൾസ് നമ്മൾ തന്നെ ചില കുട്ടികൾ പോകുന്ന അതിൽ തന്നെ ചില ഏരിയാസിൽ ഹൈ എൻഡ് എനർജി ഏരിയാസ് ഉണ്ട്, ചിലത് ലോ എൻഡ് എനർജി ഏരിയാസ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാരെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ അന്ന് ഭയങ്കര ഓവർ എനർജി ആയിരിക്കും. നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അവിടെ ഇരുന്ന് ധ്യാനിപ്പിക്കും അവരെ കൊണ്ട്. അങ്ങനെ ധ്യാനിച്ചിട്ടാണ് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് കണക്ഷൻ ഇടുന്നത്. ആത്മാ പരമാത്മ കണക്ഷൻ, കുണ്ടലിനി കണക്ഷനിൽ അവരെ പഠിപ്പിക്കും ഇങ്ങനെയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടുത്തെ ഊർജ്ജം മുഴുവൻ നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിഷൻ വരും. ഫുൾ ട്രാൻസ്മിഷൻ വന്ന് ബോഡിക്ക് മതിയായി കഴിയുമ്പോൾ ബോഡി കൂളാവാൻ തുടങ്ങും. അങ്ങനെ കൂളായതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ആ സോളിനോട് ഇതിനോട് പറയും, ആസ്ട്രൽ ബോഡിയോട് വരും, ഇമ്മീഡിയറ്റായിട്ട് കൂടെ വന്ന് കിട്ടുന്നത് ആ സെക്കൻഡിനുള്ളിൽ ഒരു സാധനം അവിടെ എത്തും. ഫസ്റ്റ് പോകുമ്പോൾ മാത്രമേ ടൈം എടുക്കുള്ളൂ. അല്ല, എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് അടുത്ത ലെയറിലേക്ക് പോയി, അവിടെ കാണാൻ കഴിയുന്ന ഈ എനർജികളുണ്ടോ? ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും ബാക്കി എനർജികൾ അത് മനുഷ്യരൂപത്തിലാണോ അതോ? അല്ലല്ല, മനുഷ്യരൂപം ഇല്ല അവിടെ, മനുഷ്യരില്ല അവിടെ. അപ്പൊ ഈ എനർജികളെ നമുക്ക് എങ്ങനെയാണ് സെൻസ് ചെയ്യാൻ കഴിയുന്നത്? അവിടെ നമ്മൾ സെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എനർജി ഒരു എന്താ പറയുക, നെഗറ്റീവാണ്, ഭയങ്കര ഹൈ നെഗറ്റീവ് ബീയിങ്സ് ആണ് അവിടെ കാണുന്നത്. ഇത് നമ്മുടെ മരണശേഷമല്ലേ സംഭവിക്കുന്നത്? അതെ. അപ്പൊ മരണശേഷം അല്ല, നമ്മള് ആസ്ട്രൽ ട്രാവൽ നടത്തുമ്പോഴുള്ളത് കാണുന്നത്. മറ്റൊരു നടക്കുമ്പോൾ ശരിക്കും നമ്മൾ പറയുന്ന മാതിരി ഈ ബുക്കിൽ എഴുതി വെച്ചേക്കണ മാതിരി ചില സമയം എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഹീറ്റ് എമിഷൻ, ഹൈ എമിറ്റഡ് ഏരിയാസിൽ കൂടെ പോകുന്ന ഫീൽ ചെയ്ത് വന്നിട്ടുണ്ട്. ചില സമയത്തിൽ കൂടെ ഇങ്ങനെ ഞൊളച്ച് നിൽക്കുന്ന ഈ പറയുന്ന ഈ പാമ്പും കാര്യം അങ്ങനെയുള്ള സാധനങ്ങളിൽ അത് എനിക്കും അങ്ങനെ ഒരിക്കൽ അനുഭവപ്പെട്ട് 1-2 പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഏരിയ കൂടെ കിടന്നു പോകാൻ ഫീലിങ്. അപ്പോൾ സോളിന് എന്തായാലും അനുഭവിച്ചേ മതിയാവും, ഈ പ്രോസസ്സ് അനുഭവിച്ചേ മതിയാവും. പക്ഷെ അതിൻ്റെ കട്ട് ഷോട്ടിങ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് ഭൂമിയിലിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ, ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു സമയം ഇതാണ്. അല്ല, അവിടുത്തെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പം പല സോളുകളുണ്ട്. അപ്പം മനുഷ്യന് മാത്രമല്ലല്ലോ ആത്മാക്കളുള്ള സോളുള്ളത്, പല ജീവജാലങ്ങൾക്കും സോളുണ്ട്. അപ്പം ഈ സോള് എങ്ങനെയാണ് അടുത്ത തലത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഈ സോളുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ആ എനർജി ട്രാൻസ്മിറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? അതെല്ലാം പ്രീ പ്ലാൻഡ് അല്ലേ. ആ സോളിന് അടുത്തത് ഏത് മനുഷ്യനായിട്ട് ജനിക്കണോ, മൃഗമായിട്ട് ജനിക്കണോ, എന്തായിട്ട് ജനിക്കണോ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. അത് നമ്മുടെ കമ്പ്യൂട്ടർ ചിപ്പിൽ ഓൾറെഡി എല്ലാം സെറ്റ്. അല്ല, അവിടെയാണ് എൻ്റെ ചോദ്യം. അതായത് ഇപ്പം ജീവികൾക്കുള്ള സോൾ ആണെങ്കിൽ അത് ഭൂമിയിൽ തന്നെ റീബർത്തോ അല്ലെങ്കിൽ മനുഷ്യജന്മമായിട്ട് മാറുകയാണോ? മനുഷ്യജന്മം മാത്രമാണോ, മനുഷ്യന്റെ സോളുകൾ മാത്രമാണോ അടുത്ത ലെവലുകളിലേക്ക് പോകുന്നത്? അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പാരലൽ വേൾഡ് ഇഷ്ടം പോലെ ഇല്ലേ. ഇപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ ഈ ഭൂമിയുള്ള മാതിരി എത്രയോ ഭൂമികൾ വേറെ ഉണ്ട്. അപ്പൊ അവിടെ അവർക്ക് പോയി ജന്മം കൊടുക്കാമല്ലോ, അവിടെയും പോയി അവർക്ക് ജന്മം കൊടുക്കാം. ഇനി എക്സ്ട്രാ ടെറസ്ട്രിയൽ ബോഡി ആയിട്ട് അല്ലാതെ ജന്മം കൊടുക്കാമല്ലോ, വേറെ ഇതായിട്ട് വേറെ പ്ലാനറ്റ്സിൽ. അപ്പൊ എവിടെ വേണമെങ്കിലും ജന്മം കൊടുക്കാം. ഭൂമി തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇനി ഈ ഭൂമിയിൽ തന്നെ വേണമെന്നില്ല, വേറെ പാരലൽ ഭൂമികൾ എവിടെ വേണമെങ്കിലും ജന്മം കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി അടുത്ത എൻ്റെ മരണശേഷം എൻ്റെ ബർത്ത് ചിലപ്പോൾ മറ്റൊരു ഭൂമിയിൽ പറയാൻ പറ്റില്ല, മറ്റൊരു എന്നെ പോലെ ഒരാളായിരിക്കും. പറയാൻ പറ്റില്ല. കർമ്മം അനുസരിച്ച് നിങ്ങളിവിടെ ചെയ്ത് കൂട്ടുന്ന എത്രത്തോളം പാസ്റ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ രണ്ടും ഷെയറിങ് നോക്കിയിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള ജന്മമായിരിക്കും നിങ്ങൾക്ക് അടുത്ത് കിട്ടുക. അതിപ്പോൾ ഈ ഭൂമിയിലാവാം വേറെ ഭൂമിയിലാവാം. ഈ ജന്മം തന്നെ എൻ്റെ കർമ്മങ്ങൾ മുഴുവൻ ഞാൻ തീർത്തു, ഞാൻ പരബ്രഹ്മത്തിൽ ലയിക്കാൻ പോവുകയാണ്. അങ്ങനെ പരബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തിരിച്ചു വരില്ല, തീർന്നു, മോക്ഷപ്രാപ്തി. പക്ഷെ ഇനി അടുത്ത ജന്മങ്ങൾ കാലഘട്ടം കഴിയുമ്പോൾ അടുത്ത കൽപ്പങ്ങളിൽ നമ്മൾ വീണ്ടും റീബർത്ത് എടുക്കും. അടുത്ത കൽപ്പം വരെ നിങ്ങൾക്ക് റീബർത്ത് ഇല്ല. അത് ഒള്ളി യോഗീശ്വരന്മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായ യോഗീശ്വരന്മാർക്ക് ഭൂമിയിൽ വരുമ്പോൾ ക്രൈസ്റ്റ്, കൃഷ്ണൻ ഇവർക്കൊക്കെ ജന്മം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അധർമ്മത്തിൻ്റെ വിളയാട്ടം കൂടുതലായിട്ട് വരുന്ന സമയം വരുമ്പോൾ അവർ വന്ന് റീബർത്ത് എടുക്കും. അല്ലാതെ ആരും വന്നെടുക്കുന്നില്ല. പിന്നെ ചെറിയ യോഗീശ്വരന്മാർ അവരും വന്ന് ജന്മം കൊടുക്കും. ഈ പുനർജന്മത്തിന് കണക്കുകളുണ്ടോ? പുനർജന്മത്തിന്
കണക്കുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അത് എത്രത്തോളം എന്നൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ല, ഞാനൊരു ഇന്റർവ്യൂവിൽ ഒരാൾ എന്നോട് പറഞ്ഞാണ് ഏകദേശം 180 പുനർജന്മങ്ങൾ മാത്രമേ മനുഷ്യന് ഉള്ളൂ. അതിൽ 160 ആകുമ്പോഴാണ് മനുഷ്യൻ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതായത് മോക്ഷത്തെ പറ്റിയും അല്ലെങ്കിൽ പരബ്രഹ്മത്തെ പറ്റിയും ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം ബാക്കി 180 ജന്മങ്ങൾ അടുക്കാറാവുമ്പോഴത്തേക്കാണ് മോക്ഷത്തിൽ എത്തിച്ചേരുന്നതെന്ന്. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല. ഇത്ര ഇതെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഇത് കിട്ടിയിട്ടില്ല. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കോടാനുകൂടി പുനർജന്മങ്ങളില്ലേ? പുനർജന്മം ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. 10,000 ജന്മം എടുത്തിട്ടുണ്ടോ ഇപ്പം നിലവിൽ നമ്മൾ? അല്ലാണ്ടൊന്നും കലിയുഗത്തിൽ എത്തില്ല. നമ്മൾ സത്യയുഗത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കലിയുഗം വരെ എത്തുമ്പോഴേക്കും 10,000 ജന്മം എടുത്തിട്ടുണ്ടോ. പക്ഷെ നമ്മൾ ചില കഥകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം അമേരിക്കയിൽ ഒരാൾ മരണപ്പെടുന്നു, പിന്നീട് വേറൊരു രാജ്യത്ത് അതേ ആൾ പുനർജനിക്കുന്നു, എന്നിട്ട് ഈ സ്ഥലങ്ങളെ പറ്റി പറയുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ പല ആളുകളും അങ്ങനെയുണ്ട്. അതായത് ഒരു ഗ്യാപ്പ് ഇട്ട് അവർ വീണ്ടും പുനർജനിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ തന്നെ പുനർജനിക്കുന്നു. അത് യാഥാർത്ഥ്യമുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ചില സോൾസ് ആ വീട്ടിൽ തന്നെ ജന്മം കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ശരിക്കും അറിയാവുന്ന ആൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ അഡ്രസ്സ് വരെ പറയുന്ന ഗുരുക്കന്മാരുണ്ട്. അഡ്രസ്സ് കൊടുക്കും, ഇന്ന സ്ഥലത്ത് പോയി നീ നോക്കിക്കോളൂ, അവിടെ നിങ്ങളുടെ വീട്ടിൽ അവിടെ ഇന്ന ആൾക്കാരുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്ന ഗുരുക്കന്മാർ ഇപ്പോൾ കൂടിയുണ്ട്, നിലവിലുണ്ട് ഇവിടെ. അതുവരെ ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ മീഡിയയിൽ പറയാൻ പറ്റില്ല, എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ആളെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് യാത്രയിൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ്, കഴിഞ്ഞ ജന്മത്തിലെ വൈഫ് എൻ്റെ യാത്രയിൽ ഒരിക്കലുണ്ടായിരുന്നു, കൈലാസ യാത്രയിൽ. അത് മീഡിയയിൽ ആദ്യമായിട്ടാണ് പറയുന്നത്, ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് സെൻസ് ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടും അവർ വന്നിരിക്കുമ്പോൾ. അത് എങ്ങനെ നമുക്കത് തീർപ്പ് കൽപ്പിക്കാൻ പറ്റും? കഴിഞ്ഞ ജന്മത്തിൽ അവർ നമ്മളുടെ അത് നമ്മുടെ ഇൻഡ്യൂഷൻസിൽ വഴി പറ്റുള്ളൂ, അല്ലാതെ വേറെ അറിയാൻ പറ്റൂല. അപ്പോൾ അവരുടെ ക്യാരക്ടർ ബിഹേവിയറും എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ജനിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ എങ്ങനെ ഇരിക്കണം, നമ്മുടെ വൈഫ് എങ്ങനെ ഇരിക്കണം, ആ കൺസെപ്റ്റ് ഇല്ലേ? അത് എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? മുൻജന്മത്തിൽ നിന്ന് കിട്ടിയേക്കണത് അത്. അന്ന് അങ്ങനെയായിരുന്നു അവർ പ്രവർത്തിച്ചത്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇവരിങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഈ ജന്മത്തിൽ ചിലപ്പോൾ ആ വൈഫ് വന്നിക്കണത് ചിലപ്പോൾ പ്രതികാരത്തിന് വേണ്ടി ആവാം മുൻജന്മത്തിൽ ആരെങ്കിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കണക്ഷൻ നമുക്ക് കിട്ടൂല, അങ്ങനെ വരുമ്പോൾ മടിയാവും ഇല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ വരുന്ന റിലേഷൻഷിപ്പുകളൊക്കെ കഴിഞ്ഞ ജന്മത്തിലെ തീർച്ചയായിട്ടും 90% നമ്മൾക്ക് ഈ കടം തീർക്കാൻ വേണ്ടി വന്നതായിരിക്കും. കടം തീർക്കാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ മക്കളും അതുതന്നെയായിരിക്കും, കടം തീർക്കാൻ വന്നതായിരിക്കും. അതായത് ഇപ്പം ഈ കലിയിൽ ഭയങ്കര പ്രശ്നം. കുട്ടികൾ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, കാരണന്മാരെന്ത് പറഞ്ഞാലും കേൾക്കില്ല. അതിൻ്റെയൊക്കെ കാരണം അതാണ്. അതേമാതിരി അത്രയും അവരുമായിട്ട് നമ്മളുമായിട്ട് കലുഷിതമാണ്.